രാഷ്ട്രീയത്തിന്റെ ചതുരംഗപ്പലകയിൽ ഉത്തര കൊറിയ വീണ്ടും ഒരു നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കും നയതന്ത്ര സമ്മർദ്ദങ്ങൾക്കും മുകളിൽ സ്വന്തം പ്രതിരോധ ഭൂപടം സ്വയം വരച്ചു ചേർക്കുന്ന രാജ്യത്തിന്റെ ഏറ്റവും പുതിയ ഹൈത്രസ് ഖരേന്തര മിസൈൽ എഞ്ചിൻ പരീക്ഷണം വെറുമൊരു സാങ്കേതിക നേട്ടമല്ല, മറിച്ചത് ലോകശക്തികൾക്ക് നേരെ ഉയർത്തുന്ന കൃത്യമായ ഒരു രാഷ്ട്രീയ മുന്നറിയിപ്പ് കൂടിയാണ്. കിം ജോങ് ഉന്നിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടന്ന ഈ പരീക്ഷണം വൻ ശക്തികളുടെ പടയോട്ടങ്ങൾക്കും ചേരിതിരിവുകൾക്കുമിടയിൽ തങ്ങളുടെ സൈനിക സ്വയം പര്യാപ്തത ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒന്നു തന്നെയാണ്. ഈ സാങ്കേതിക മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് നൽകുന്ന പ്രവർത്തനപരമായ വേഗതയും അപ്രതീക്ഷിത പ്രഹരശേഷിയുമാണ്. പരമ്പരാഗതമായ ദ്രാവകേന്തര മിസൈലുകളെ അപേക്ഷിച്ച് ഖരേന്തരം ഉപയോഗിക്കുന്ന മിസൈലുകൾക്ക് വിക്ഷേപണത്തിന് മുമ്പുള്ള തയ്യാറെടുപ്പുകൾ വളരെ കുറച്ച് സമയം മാത്രം മതിയാകും. മുൻകൂട്ടി ഇന്ധനം നിറച്ച് സൂക്ഷിക്കാൻ കഴിയുന്ന ഇത്തരം മിസൈലുകൾ ഏത് നിമിഷവും തൊടുത്തുവിടാൻ സാധിക്കുമെന്നതിനാൽ ശത്രുരാജ്യങ്ങളുടെ നിരീക്ഷണ സംവിധാനങ്ങൾക്കോ ഉപഗ്രഹങ്ങൾക്കോ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുക എന്നത് അതീവ ദുഷ്കരമാകും. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ വേഗതയും ഒളിഞ്ഞിരിക്കാനുള്ള ശേഷിയും എങ്ങനെ ഒരു രാജ്യത്തിന്റെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണിത്. പരിമിതമായ വിഭവങ്ങൾക്കിടയിലും കൈവരിച്ച ഈ ആത്മവിശ്വാസം ഉത്തര കൊറിയയുടെ ദീർഘകാല സൈനിക തന്ത്രത്തിന്റെ ഭാഗമാണ്. ഔദ്യോഗിക വാർത്താ ഏജൻസിയായ KCNA റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ തങ്ങളുടെ തന്ത്രപരമായ ആക്രമണശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം കേവലം പ്രതിരോധത്തിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് ആഗോള ശക്തി സമവാക്യത്തിൽ തങ്ങളുടേതായ ഒരു സ്ഥാനം ഉറപ്പിക്കാനുള്ള ശ്രമം കൂടിയാണ്. നയതന്ത്ര ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ ആണവശക്തി എന്ന പദവിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന കർക്കശമായ നിലപാട് ഈ പരീക്ഷണത്തിലൂടെ കൂടുതൽ വ്യക്തമാക്കുന്നു. ലോകം ഉറ്റുനോക്കുന്ന ഈ പുതിയ ശക്തി പ്രകടനം വരും നാളുകളിൽ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ വലിയ തോതിലുള്ള ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്. കമ്പോസിറ്റ് കാർബൺ ഫൈബർ മെറ്റീരിയൽ ഉപയോഗിച്ച് പുതിയതായി നവീകരിച്ച എഞ്ചിന്റെ ഗ്രൗണ്ട് ജെറ്റ് ടെസ്റ്റ് കിം വിക്ഷേപിച്ചുവെന്ന് KCNA റിപ്പോർട്ട് ചെയ്യുന്നു. സെപ്റ്റംബറിൽ സമാനമായ ഖരേന്തര എഞ്ചിൻ പരിശോധനയിൽ ഏകദേശം 1971 കിലോ ടൺ കരുത്ത് രേഖപ്പെടുത്തിയ എഞ്ചിന്റെ പരമാവധി വിശ്വാസ്യത 2500 കിലോ ടൺ ആണെന്ന് KCNA റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കൻ പ്രതിരോധത്തെ പരാജയപ്പെടുത്താനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഒരൊറ്റ മിസൈലിൽ ഒന്നിലധികം വാർഹെഡുകൾ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളായി എഞ്ചിൻ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം ബന്ധപ്പെട്ടിരിക്കാമെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. രാജ്യത്തിന്റെ തന്ത്രപരമായ ആക്രമണ ശേഷികൾ ശക്തിപ്പെടുത്തുവാൻ ലക്ഷ്യമിടുന്ന 5 വർഷത്തെ സൈനിക വികസന പദ്ധതിയുടെ ഭാഗമായാണ് ഈ പരീക്ഷണം നടത്തിയതെന്ന് KCNA അറിയിച്ചു. അമേരിക്കൻ ഐക്യനാടുകളെ ലക്ഷ്യം വെക്കാൻ രൂപകൽപ്പന ചെയ്ത ആണവശേഷിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളെയാണ് ഈ പ്രയോഗം സൂചിപ്പിക്കുന്നതെന്ന് വ്യാപകമായി മനസ്സിലാക്കപ്പെടുന്നു. പരിശോധന എപ്പോൾ അല്ലെങ്കിൽ എവിടെയാണ് നടന്നതെന്ന് KCNA കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഖരേന്തര സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം ഇവിടെ നിർണായകമാണ്. പഴയ ദ്രാവക ഇന്ധന മിസൈലുകളെ അപേക്ഷിച്ച് ഖരേന്തര മിസൈലുകൾ വളരെ വേഗത്തിൽ വിക്ഷേപിക്കാൻ കഴിയും. ഇത് ശത്രുക്കൾക്ക് മുൻകൂട്ടി കണ്ടെത്താനുള്ള സമയം കുറയ്ക്കുകയും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ പുതിയ എഞ്ചിൻ ഉയർന്ന ത്രസ്റ്റ് ശേഷിയോടെ വികസിപ്പിക്കുന്നതിലൂടെ കൂടുതൽ ഭാരമുള്ള സംവിധാനങ്ങൾ വഹിക്കാൻ കഴിയുന്ന ശേഷിയും ഉത്തര കൊറിയ നേടിയെടുക്കുകയാണ്. ഇതിലൂടെ ദൂരപരിധിയിലും കാര്യക്ഷമതയിലും വലിയ പുരോഗതി കൈവരിക്കാനുള്ള സാധ്യതകൾ തുറക്കപ്പെടുന്നു. ഇതോടൊപ്പം മൾട്ടിപ്പിൾ വാർഹെഡ് സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനുള്ള സാധ്യതയും ഈ മുന്നേറ്റവുമായി ബന്ധിപ്പിക്കപ്പെടുന്നു. ഒരൊറ്റ മിസൈൽ ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം കൈകാര്യം ചെയ്യാനുള്ള ഈ കഴിവ് ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ വെല്ലുവിളി തന്നെയാണ്. അതിനാൽ ഈ എഞ്ചിൻ വികസനം സാങ്കേതികമായി മാത്രം നോക്കാതെ ഭാവിയിലെ തന്ത്രപരമായ ശക്തി വർധനവിന്റെ അടയാളമായി കണക്കാക്കപ്പെടുന്നു. രാഷ്ട്രീയപരമായി ഈ പരീക്ഷണം ഒരു ശക്തമായ സന്ദേശം കൂടി നൽകുന്നു. ആഗോള സംഘർഷങ്ങളും ശക്തി പോരാട്ടങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഉത്തര കൊറിയ തന്റെ സുരക്ഷയും സ്വയം നിർണയ ശേഷിയും ഉറപ്പാക്കാനുള്ള ദൃഢനിശ്ചയം വ്യക്തമാക്കുകയാണ്. അമേരിക്കക്കെതിരെ കിം എടുത്ത ശക്തമായ നിലപാടുകൾ രാജ്യത്തിന്റെ സ്വതന്ത്ര നയതന്ത്ര സമീപനത്തെയും പ്രതിരോധ ദർശനത്തെയും പ്രതിഫലിപ്പിക്കുന്നു. സമീപ വർഷങ്ങളിൽ ഉത്തര കൊറിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒന്നിലധികം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അവ അമേരിക്കൻ വൻകര വരെ എത്താൻ കഴിവുള്ള ദൂരപരിധി തെളിയിച്ചിട്ടുമുണ്ട്. രാജ്യത്തെ പഴയ ദ്രാവക ഇന്ധന മിസൈലുകൾ വിക്ഷേപണത്തിന് മുമ്പ് ഇന്ധനം നിറയ്ക്കണം. അവ അധികകാലം നിലനിൽക്കില്ല. രാജ്യം അതിന്റെ ആണവ മിസൈൽ പദ്ധതികൾക്കായി ചെലവഴിച്ച വർഷങ്ങളുടെ എണ്ണം കണക്കിലെടുക്കുമ്പോൾ ഈ വിലയിരുത്തലിനെ മറ്റുള്ളവർ എതിർക്കുന്നു. അമേരിക്കയുമായുള്ള കിമ്മിന്റെ ഉന്നത നയതന്ത്രത്തിന് ശേഷം ഉത്തര കൊറിയ തങ്ങളുടെ ആണവായുധ ശേഖരം വികസിപ്പിക്കാൻ ശക്തമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2019 ഡൊണാൾഡ് ട്രംപും കിം ജോങ് ഉന്നും തമ്മിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം ഉത്തര കൊറിയ കൂടുതൽ സ്വയം പര്യാപ്തമായ സൈനിക വികസനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചതും ഈ സാഹചര്യത്തിൽ ശ്രദ്ധേയമാണ്. അതേസമയം ചില സാങ്കേതിക വെല്ലുവിളികൾ ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ വർഷങ്ങളിലായി ഉത്തര കൊറിയ കൈവരിച്ച പുരോഗതി അവയെ മറികടക്കാനുള്ള കഴിവ് രാജ്യത്തിനുണ്ടെന്ന സൂചന നൽകുന്നു. ഈ പരീക്ഷണത്തിന്റെ അവസാന ഫലത്തെ ഒരു സാധാരണ സൈനിക നേട്ടമായി മാത്രം കാണുന്നത് യാഥാർത്ഥ്യത്തെ ചുരുക്കി കാണുന്നതിന് തുല്യമാകും. മറിച്ച് ഇതൊരു രാജ്യത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ പ്രകടനമാണ്. വെല്ലുവിളികളെ മറികടന്ന് മുന്നേറാനുള്ള കഴിവും
സ്വയം പര്യാപ്തതയെ ലക്ഷ്യമാക്കിയുള്ള ദീർഘകാല ദർശനവും ചേർന്ന ഒരു സമഗ്ര മുന്നേറ്റം തന്നെയാണിത്. ഓരോ പരീക്ഷണവും ഓരോ സാങ്കേതിക പുരോഗതിയും ഉത്തര കൊറിയ തന്റെ ഭാവി സ്വയം നിർമ്മിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നത് വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ ഉത്തര കൊറിയയുടെ മുന്നേറ്റം ലോകത്തോട് പറയുന്നത് വളരെ വ്യക്തമാണ്. ശക്തി എന്നത് വെറും വിഭവങ്ങളിൽ മാത്രം അധിഷ്ഠിതമല്ല, മറിച്ച് ദൃഢനിശ്ചയത്തിലും സാങ്കേതിക മികവിലും ആണ്. ഈ പുതിയ എഞ്ചിൻ പരീക്ഷണം ഉത്തര കൊറിയയുടെ സൈനിക ശക്തിയെ മാത്രമല്ല, സ്വന്തം വഴിയിൽ മുന്നേറാനുള്ള ആത്മവിശ്വാസത്തെയും അടയാളപ്പെടുത്തുന്ന ഒരു നിർണായക ചുവടുവയ്പ്പാണ്. ഭാവിയിലെ ആഗോള ശക്തി സമവാക്യങ്ങളിൽ ഈ ആത്മവിശ്വാസം തന്നെ ഏറ്റവും വലിയ ആയുധമായി മാറാൻ സാധ്യതയുണ്ട്.